ചിക്കൻ മസാല. അങ്ങനെ വാവായിട്ട് നമ്മൾ പൊളിച്ചെടുത്ത ചിക്കനിലേക്ക് നമ്മൾ കൂട്ടി വെച്ച മസാല അങ്ങനെ തളങ്ങും വെള്ളങ്ങും നമ്മുടെ ചറ പറ തേച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ചെസ്റ്റ് ഭാഗത്തും കഴുത്തിൻ്റെ ഭാഗത്തും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ തേക്കുന്നത് പോലെ നമ്മുടെ ചറ പറന്ന് മസാല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടാം. ഉപ്പ് എല്ലാം കൂട്ടിയിട്ട് ഇതൊക്കെ സ്ഥിരം കാണുന്ന ക്ലീഷേ വീഡിയോ ആയതുകൊണ്ടാണ് മസാല കൂട്ടുകളൊന്നും പറയാത്തത്. അപ്പോൾ അങ്ങനെ മസാല ഉള്ളിലേക്കാണ് കൂടുതൽ വേണ്ടത്, ഉൾഭാഗത്ത് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹീറ്റ് വരുന്ന സമയത്ത് ഉൾഭാഗത്ത് പിടിച്ചു കഴിഞ്ഞാൽ ആ പുറത്തേക്കുള്ള അതിൻ്റെ ഒരു ടേസ്റ്റ് പുറത്തേക്ക് കൂടി കിട്ടും. അതുകൊണ്ട് ഉള്ളിലേക്ക് നല്ല സ്പൈസസും മസാലാസും കൂട്ടി വെച്ച് കൊടുക്കുക. അപ്പം അതിന് ശേഷം പുറത്ത് നല്ല ഓരോ വരിയായിട്ട് ഇട്ടതിന് ശേഷം വരിഞ്ഞ് ആ ഭാഗത്ത് നല്ല മസാലക്കൂട്ട് നല്ല തേച്ച് പിടിപ്പിക്കണം. എന്നാലാണ് ഈ നമ്മുടെ ചുട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ തേച്ച് പിടിപ്പിക്കുന്ന ഒരു പെട്ടയ്ക്കുന്ന വഴി. ഇപ്പോൾ നിങ്ങൾ മുമ്പിലിരിക്കുന്നത് ആണ് ചിക്കൻ ഹൈ ഹൈ എന്ന പേരിലറിയപ്പെടുന്ന ചിക്കൻ. അപ്പോൾ ഇത് ഇങ്ങനെ ഫുള്ളായിട്ട് തേച്ചെടുത്തതിന് ശേഷം നമ്മൾ വാഴയിലാണ് പോകുന്നത്. വാഴയിലയിൽ നല്ല 4-5-6 വാഴയില കൂട്ടിയെടുത്തിട്ട് വാട്ടി അത് മടക്കി പൊതിഞ്ഞ് നല്ല ഉഷാറാക്കി വെച്ചതിന് ശേഷം മസാലകളൊക്കെ ക്ലിയറാക്കി നല്ല കറക്റ്റായിട്ട് മസാലേൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ചിക്കനൊന്നും പുറത്ത് കാണരുത്. അലൂമിനിയം ഫോയിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അതിനെക്കാട്ട് എഫക്റ്റ് ഈ വാഴയിലയ്ക്കാണ്. വാഴയില നമ്മളിങ്ങനെ മടക്കി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നല്ല സുന്ദര കുട്ടപ്പനാക്കിയിട്ട് കൊഴുകി വെച്ചതിന് ശേഷം അത് നമ്മൾ നല്ല രീതിയിൽ കവർ ചെയ്യണം. ഒരു ചിക്കൻ്റെ ഒരു ഭാഗം പോലും പുറത്ത് കാണാൻ പാടില്ല. അങ്ങനെ ശേഷം നല്ലോണം കവർ ചെയ്ത് നമ്മൾ പുറത്ത് തന്തൂരി അടുപ്പ് സെറ്റ് ചെയ്ത് അതിലേക്ക് ചിക്കൻ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഉപയോഗിച്ചിട്ട് ചറവറാന്നും പറഞ്ഞിട്ടൊക്കെ കഴിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും ഇങ്ങനെ പുതിയ ഓരോ സെറ്റപ്പ് വീഡിയോകൾ കാണാം. നമസ്കാരം.